ഇസ്രായേലുമായി എല്ലാ കാലത്തും അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. പക്ഷേ ഇപ്പോൾ ഫ്രാൻസ് പാലസ്തീൻ അനുകൂലമായ പ്രസ്താവന വരുന്നു. ആ രാഷ്ട്രത്തെ രാജ്യമായി അംഗീകരിക്കാനുള്ള തീരുമാനത്തിലേക്കെല്ലാം എത്തുന്നുണ്ടല്ലോ. ഇതിനെതിരെ ഇസ്രായേലിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഇസ്രായേൽ വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് ഫ്രാൻസിനോട്. ഇസ്രായേൽ ഒട്ടും തന്നെ, ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായിട്ട് തന്നെ രംഗത്ത് വന്നു. ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതാണ് അതിൻ്റെ പൊളിറ്റിക്സ് എങ്ങനെയാണ്? കാരണം എല്ലാ കാലത്തും ഫ്രാൻസും അമേരിക്ക ഇസ്രായേൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായിട്ട് ഫ്രാൻസ് ഇസ്രായേലിനൊപ്പം നിൽക്കുകയും പാലസ്തീനെ എതിർക്കുകയും ചെയ്തിരുന്നതാണ്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് വരാം. അത് വളരെ രസകരമാണ്. പക്ഷേ ഇപ്പോൾ ഫ്രാൻസ് ചുവട് മാറ്റിയിരിക്കുന്നു. അതിൻ്റെ കാരണം വളരെ വ്യക്തമായിട്ട് ആരും പറയുന്നില്ല. പൊതുവേ യൂറോപ്യൻ യൂണിയൻ രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു വശത്ത് ഫ്രാൻസ് ഉണ്ട്, ഫ്രാൻസിനെ അനുകൂലിക്കുന്ന സ്പെയിൻ പോലെയുള്ള രാജ്യങ്ങളുണ്ട്. അവർ ഈ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ച്, ഇപ്പോൾ പാലസ്തീനെ ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട് സ്വതന്ത്ര രാഷ്ട്രമായിട്ട്. ഈ മധ്യ ഏഷ്യയിലെ ഈ പറയുന്ന നമ്മുടെ ഈ അറബ് രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പശ്ചിമേഷ്യയിലെ ഈ തർക്കം, ഈ ഇസ്രായേൽ പാലസ്തീൻ തർക്കം ദ്വിരാഷ്ട്രവാദത്തിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്നാണിപ്പോൾ ഫ്രാൻസും സ്പെയിനും ഒക്കെ പറയുന്നത്. പക്ഷെ അത് അമേരിക്ക അനുകൂലിക്കുന്നില്ല, ഇസ്രായേൽ ഒട്ടും തന്നെ അനുകൂലിക്കുന്നില്ല. ഈ നീക്കത്തെ അവർ വലിയ രീതിയിൽ അപലപിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് രംഗത്തെത്തി ഫ്രാൻസിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വരുന്ന സെപ്റ്റംബറിൽ ഈ പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കും എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മക്രോണി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്പെയിനിൻ്റെ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസ് ഒറ്റയ്ക്കല്ല, ഫ്രാൻസിൻ്റെ കൂടെ മറ്റ് യൂറോപ്യൻ യൂണിയനിലെ മറ്റു ചില രാഷ്ട്രങ്ങളും ഉണ്ട് എന്ന് വ്യക്തമാണ്. എന്തായാലും ഇതിനോടനുബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം നടന്നത്, അതാണ് ഈ അമേരിക്കയും ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. യൂറോപ്പ് ഇത്തരം മാറ്റം ഉണ്ടാകുന്നത് വലിയ രീതിയിൽ തന്നെ യൂറോപ്പിൻ്റെ പല നഗരങ്ങളിലും പാലസ്തീൻ അനുകൂലമായ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് കുടിയേറ്റക്കാർ. അതിൽ ഭയപ്പെട്ടാണോ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനത്തിലേക്ക് എത്തുന്നത്? അതല്ല. അങ്ങനെ ഈ മുസ്ലിം തീവ്രവാദത്തോടും ഭീകരവാദത്തോടും അല്ലെങ്കിൽ ഈ ഇസ്ലാമിക വൽക്കരണത്തോടൊരു മൃദു സമീപനം സ്വീകരിക്കുന്ന രാഷ്ട്രമല്ല ഫ്രാൻസ്. അവർക്ക് അക്കാര്യത്തിൽ ഭയവുമില്ല. അവരതിനെ ശക്തമായ ഉരുക്കുമുഷ്ടികൾ ഉപയോഗിച്ച് തന്നെ അതിനെ നേരിടുകയും ചെയ്യും. അക്കാര്യത്തിലൊന്നും ഫ്രാൻസ് ബ്രിട്ടനെ പോലെ പോലും അല്ല. ഫ്രാൻസിന് അക്കാര്യത്തിലൊക്കെ ശക്തമായ നിലപാടുകളുണ്ട്, കൃത്യമായ നിലപാടുകളുണ്ട്. ഫ്രാൻസ് ഒരിക്കലും അതിനോട് വിട്ടുവീഴ്ച ചെയ്യില്ല. അവിടെ ഒരു സന്ധി ഉണ്ടാകില്ല, വിട്ടുവീഴ്ചയില്ല, കോംപ്രമൈസ് ഇല്ല. എന്നാൽ ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തെ മറ്റൊരു തലത്തിലാണ് അവർ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഈ എണ്ണയുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് ഈ പല കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയന്, പ്രത്യേകിച്ചും നാറ്റോ സഖ്യരാഷ്ട്രങ്ങളും റഷ്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാം. അപ്പോൾ നമ്മൾ നോക്കൂ, ഈ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു മികച്ച കാൽവെപ്പാണ് നടത്തിയിരിക്കുന്നത്. ഈ നരേന്ദ്രമോദിയുടെ കാലത്ത്, നരേന്ദ്രമോദി വന്ന ഈ കഴിഞ്ഞ 11 വർഷം കൊണ്ട് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് സംസ്കരിച്ച് അത് പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് തിരിച്ച് നമ്മൾ യൂറോപ്പ് അടക്കമുള്ള പല ഭൂഖണ്ഡങ്ങളിലെ പല രാജ്യങ്ങൾക്കും അത് വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇന്ത്യയുടെ കച്ചവടം. അപ്പോൾ ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് മാത്രമല്ല നമ്മൾ എണ്ണ വാങ്ങുന്നത്, റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്, അതുപോലെ ഇറാനിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ച് ഇത് എണ്ണ വ്യാപാരം നമുക്ക് വലിയ വരുമാനം ഒരു വശത്ത് നേടിത്തരുന്നുണ്ട്. നമുക്ക് എണ്ണ വ്യാപാരത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ നമുക്ക് വലിയ തുക കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എണ്ണ പരമാവധി കുറഞ്ഞ ചെലവിൽ വാങ്ങി അത് സംസ്കരിച്ച് പെട്രോളും ഡീസലും ഒക്കെ ആക്കി മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നുമുണ്ട് നമ്മൾ. അതും
നമുക്ക് നേടാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ അപ്പോൾ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തണം, വ്യാപാരം സുഗമമായിട്ട് നടക്കണം. അതിന് നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് പല രീതിയിലുള്ള വ്യാപാര കരാറുകളിൽ ഏർപ്പെടും. പല വിഷയങ്ങളിലും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, സന്ധി ചെയ്യേണ്ടി വരും. ഇതൊക്കെയുണ്ട്. ഇത് തന്നെയാണ് ഫ്രാൻസിനെയും അലട്ടുന്ന പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രാൻസ് അങ്ങനെ ഒന്നും കാണാതെ ഇസ്ലാമിക തീവ്രവാദത്തിനോട് സന്ധി ചെയ്തുകൊണ്ട് പാലസ്തീനെ അംഗീകരിക്കുന്ന അങ്ങനെ ഒരു നിലപാടിലേക്ക് ഫ്രാൻസ് പോകില്ല. ഇപ്പോൾ ഹമാസിനെ ഫ്രാൻസ് അംഗീകരിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഉറപ്പുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ എന്തിനാണ് പാലസ്തീനോട് നമ്മൾ ഒരു അകൽച്ച കാണിക്കുന്നത്, വെറുപ്പ് കാണിക്കുന്നത് എന്നാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. അതാണ് ഫ്രാൻസ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. നമുക്ക് ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വാർത്തകളെ വിശകലനം ചെയ്യാൻ പറ്റില്ല. ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിശകലനം ചെയ്യാൻ സാധിക്കില്ല. ചിലതൊക്കെ നമുക്ക് ഊഹിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു നിർണയത്തിലെത്താൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ മറ്റൊരു വലിയൊരു കാര്യം കൂടി നടന്നത്, 4 പതിറ്റാണ്ടായിട്ട് ഈ പാലസ്തീൻ വിമോചന പോരാളിയായ ഒരാളെ ഫ്രാൻസ് ജയിലിലിട്ടിരുന്നു, പാരീസിൽ. അത് ജോർജ് ഇബ്രാഹിം അബ്ദുള്ള എന്ന് പറയുന്ന ഒരാളാണ്. ഇയാൾ ശരിക്കും പറഞ്ഞാൽ ലെബനീസ് പാലസ്തീൻ അനുകൂല ലെബനീസ് പോരാളിയാണ്. ഇയാൾ ഹമാസുമായിട്ടൊന്നും ഇയാൾക്ക് ബന്ധമില്ല. പക്ഷേ ഇയാളെ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായിട്ട് തടവിലിട്ടിരിക്കുകയാണ്. അല്ല, ഇങ്ങനെ ഒരു മോചനം ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ ഫ്രാൻസ് കൂടുതൽ പാലസ്തീനുമായി അടുക്കുകയല്ലേ? അതെ, തീർച്ചയായിട്ടും പാലസ്തീനുമായിട്ട് കൂടുതൽ അടുക്കുന്നത് എൻ്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 4 പതിറ്റാണ്ടായിട്ട് ജയിലിലിട്ടിരുന്ന ഒരാളിനെ വിട്ടയച്ചത് ജോർജ് ഇബ്രാഹിം അബ്ദുള്ള. ഇയാളിനെ വിട്ടയച്ചത് 87 പാരീസിൽ US മിലിറ്ററി അറ്റാഷെ ചാൾസ് റോബർട്ട് റേയെയും ഇസ്രയേലിൻ്റെ നയതന്ത്രജ്ഞൻ യാക്കോവ് ബെർസിമൻഡോവിനെയും കൊലപ്പെടുത്തി ആ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് ഈ ലെബനീസ് പോരാളിയായ ജോർജ് ഇബ്രാഹിം അബ്ദുള്ളയെ ഫ്രാൻസ് പിടികൂടുകയും ജയിലിലടക്കുകയും ചെയ്തിരുന്നത്. അതിപ്പോൾ ഏതാണ്ട് 4 പതിറ്റാണ്ട് ആകുന്നു. അദ്ദേഹത്തെ വിട്ടയച്ചു. നേരത്തെ എനിക്കിതിൽ പങ്കില്ല എന്നും വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ട് ഇദ്ദേഹം നിരവധി തവണ അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും ഫ്രാൻസ് അത് ചെവിക്കൊണ്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ അബ്ദുള്ളയെ വിട്ടയക്കുന്നതിലൂടെ നമുക്കറിയാവുന്ന കാര്യമാണ്, പണ്ട് പള്ളിയിൽ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാലത്തും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഇരയായ ഒരു രാജ്യം എന്തുകൊണ്ടായിരിക്കും ഇത്തരം നിലപാടിലേക്ക് പോകുന്നത്? അത് ഇനി ആയുധ കച്ചവടമാണോ, വ്യവസായമാണോ, അതോ ഇനി ഈ അവിടെ ആ രാജ്യത്തുണ്ടാകുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കൊണ്ടാണോ? എന്താണ് ഇതിന്റെ പിന്നിൽ? അല്ല, പ്രതിഷേധങ്ങളൊന്നും ഫ്രാൻസിനെ അങ്ങനെ ഭയപ്പെടുത്തും എന്ന് തോന്നുന്നില്ല. അവരതൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് അവർക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് മക്രോണി അക്കാര്യത്തിലൊക്കെ ഉറച്ച നിലപാടുള്ള ആൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികളിലെല്ലാം കണ്ടിട്ടുണ്ട്, ഒരു തീവ്ര വലതുപക്ഷമാണ്. അതെ, തീവ്ര വലതുപക്ഷമാണ് ഇപ്പോൾ. പക്ഷേ ഈ സ്പെയിനിൽ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഇപ്പോൾ സ്പെയിൻ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്പെയിൻ ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഫ്രാൻസ് വളരെ കൃത്യമായിട്ട് പാലസ്തീനുമായിട്ട് പലതരത്തിലുള്ള വ്യാപാര ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ അറബ് രാഷ്ട്രങ്ങളുമായിട്ട്, ഇപ്പോൾ ഇതിനെ ഫ്രാൻസിൻ്റെ നിലപാടിനെ അനുകൂലിച്ച് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ഇത് നയതന്ത്ര തലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അറബ് രാഷ്ട്രങ്ങളുടെ ഒരു സമ്മർദ്ദം ഇതിലുണ്ടാകാം. ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഫ്രാൻസുമായിട്ട് പലതരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളുള്ള അറബ് രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം ഫ്രാൻസിനെ ഇതിന് പ്രേരിപ്പിച്ചേക്കാം. ഇതിൻ്റെ അർത്ഥം പാലസ്തീനുമായിട്ട് സഹകരിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇസ്ലാമിക ഭീകരവാദത്തെ പിന്തുണച്ചു, ശരീഅത്തിനെ പിന്തുണച്ചു എന്നൊന്നും അല്ലല്ലോ. നമുക്കറിയാം, ഇന്ത്യ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഇന്ത്യയെ അക്കാര്യത്തിൽ ഇസ്രയേൽ വെല്ലുവിളിക്കുകയോ ഇന്ത്യക്കെതിരായ നിലപാടിൽ വരികയോ അല്ലെങ്കിൽ ഈ പാലസ്തീനെ അംഗീകരിക്കുന്ന ഇന്ത്യൻ നിലപാടിനെ അപലപിക്കുകയോ ചെയ്തിട്ടില്ല ഇസ്രയേൽ, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഫ്രാൻസിനും അങ്ങനൊരു നിലപാട് സ്വീകരിക്കാം. അതിൻ്റെ അർത്ഥം ഇന്ത്യ ഇസ്ലാമിക ഭീകരതയെ അംഗീകരിക്കുന്നെന്നോ അല്ലെങ്കിൽ അതിനെ താലോലിക്കുന്നെന്നോ അതിനോട് മൃദു സമീപനം കാട്ടുന്നെന്നോ അല്ലല്ലോ. പാലസ്തീനെ അംഗീകരിക്കുമ്പോൾ തന്നെ അതിനെതിരെ ശക്തമായ നിലപാട് ഇന്ത്യ എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ വരെ കണ്ടതാണ്. അതുപോലെ ഫ്രാൻസും
പാലസ്തീൻ ഇസ്രയേൽ എന്ന ദുരാഷ്ട്രവാദത്തെ അംഗീകരിക്കുകയും അത് UN അടക്കം അംഗീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ പാലസ്തീൻ്റെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന പാലസ്തീൻ്റെ നിലപാടിനെ അംഗീകരിക്കുന്നതിനോടൊപ്പം ഇസ്ലാമിക തീവ്രവാദത്തോട്, ഭീകരതയോട് സന്ധിയില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെ സ്വീകരിക്കും, അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നാണല്ലോ ഫ്രാൻസ് ഇതിലൂടെ പറയാതെ പറയുന്നത്. എന്തായാലും ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഈ ഖത്തറിൽ നടന്ന വെടിനിർത്തൽ കരാറൊക്കെ ലംഘിച്ച് ഏകപക്ഷീയമായിട്ട് അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അപ്പോൾ സ്ഥിതി കൂടുതൽ സങ്കീർണമാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇസ്രയേൽ പാലസ്തീൻ അതിർത്തിയിൽ, ഗാസയിൽ ഒക്കെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകും എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ യൂണിയനിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. ചില രാഷ്ട്രങ്ങൾ, ഫ്രാൻസ് പോലെയുള്ള കരുത്തരായ ചില രാഷ്ട്രങ്ങൾ, അവർ UN-ൽ നമുക്കറിയാമല്ലോ, സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ പവറുള്ളൊരു രാഷ്ട്രമാണ് ഫ്രാൻസ്, അത്ര ചെറിയ പുള്ളിയല്ല. അപ്പോൾ അങ്ങനെയുള്ള ഫ്രാൻസ് ഇത്തരത്തിലൊരു നീക്കവുമായിട്ട് രംഗത്ത് വരുന്നത് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.